അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 3 കുടം വെളുത്തുള്ളിയാണ് എടുത്തത്. അതും ഒരു 5-6 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. മാങ്ങ നമ്മൾ തലേ ദിവസം അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മസാലയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ അങ്ങനെ ചേർക്കുക. എരിവനുസരിച്ചിട്ട് ഓരോരുത്തരുടെ കേട്ടോ. പിന്നെ മാങ്ങയുടെ അളവനുസരിച്ചിട്ട് മുളക് ചേർക്കുക. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തു. വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ വീണ്ടും നമ്മൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ തലേ ദിവസം ഉപ്പിട്ട് വെച്ച മാങ്ങ അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെയാണ് നമ്മളിനി ചേർക്കാൻ പോണത്. അത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്നു കേട്ടോ. ഫ്ലെയിം ഇനി ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, എല്ലാവരും മാങ്ങയൊക്കെ അച്ചാറിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതല്ലേ, അതുകൊണ്ട് പുറത്ത് വെക്കണ്ട. അപ്പോൾ എല്ലാവരും അച്ചാറിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.